ഇന്ന് കാലത്ത് എണീക്കാൻ നന്നായി നേരം വൈകിട്ടാണ്. ഇന്ന് ഞായറാഴ്ചയായ കാരണം തന്നെ ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു മടിയാണ് കാലത്ത് എണീക്കാൻ. ആർക്കും തിരക്കൊന്നുമില്ല എവിടേക്ക് പോകാനും. അപ്പോൾ ഇതിൻ്റെ നനയ്ക്കലും മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചായക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അപ്പോൾ ഇത് ഉണക്കല്ലരി ഉണ്ട്. ഉണക്കല്ലരി കൊണ്ട് ഞാൻ വെള്ളയപ്പത്തിന് അരച്ച് വെച്ചതാണ് കേട്ടോ. ഇന്നലെ അടിപൊളിയായിട്ട് പൊന്തിയിട്ടുണ്ട്. പിന്നെ ഇത് ചിക്കൻ ഉണ്ട്, കുറച്ച് അത് വെള്ളത്തിൽ എടുത്തിട്ടുണ്ട്. ഇന്നലെ വാങ്ങിച്ചതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ കറി കുറച്ചങ്ങോട്ട് നീട്ടി അങ്ങോട്ട് വെക്കാമെന്ന് വെച്ചാൽ കുറച്ച് സവാള എടുത്ത് അരിയുന്നുണ്ട്. അത് ആദ്യം തന്നെ വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് നെയ്ച്ചോറും വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിലേക്കുള്ള കറിയും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചങ്ങോട്ട് നീട്ടി അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ റോസ്റ്റ് പോലെ, അതായത് മസാല കൂടിയിട്ടുള്ള ചിക്കൻ കറി അത് അത്ര താല്പര്യമില്ല. വെള്ളം പോലത്തെ ചിക്കൻ കറിയാണ്, അതായത് നല്ല ലൂസായിരിക്കണം ചിക്കൻ കറി, അപ്പോഴാണ് എല്ലാവർക്കും ഇഷ്ടം. മസാല കറിയുടെ ഇപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ചിക്കൻ വേവിച്ച വെള്ളമില്ല, അതുകൊണ്ട് അതിൽ കിടന്നിട്ട് ഉരുളക്കിഴങ്ങ് നന്നായി വേവണം കേട്ടോ. എന്നിട്ട് നന്നായി വെന്തതിൻ്റെ ശേഷം മാത്രം ചിക്കൻ ഇട്ടാൽ മതി. ചിക്കൻ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ആകെ ഉടഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. കയ്യോടെ തന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പണികളൊക്കെ അവിടെ എടുക്കുകയാണ്. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ. വെള്ളം അരിയൊക്കെ കറക്റ്റായി വെച്ചിട്ട് ഞാൻ ഒരു വിസിലടിച്ചിട്ട് അവിടെ ഇങ്ങനെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞാൽ അത് ഇളക്കി കഴിഞ്ഞാൽ നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ടാവും. അതിലേക്കുള്ള സലാഡും കൂടി ഉണ്ടാക്കി നേരത്തെ കൂടെ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. അപ്പോൾ ഉച്ചയാകുമ്പോഴേക്കുള്ള പണികളെല്ലാം കുക്കിംഗ് ഒക്കെ കഴിഞ്ഞേക്കണം കേട്ടോ.